സാധാ ഇഡ്ഡലിയും ദോശയൊക്കെ കഴിച്ച് മടുത്തു. ഇന്ന് നല്ലൊരു തക്കാളി ദോശ ഉണ്ടാക്കാൻ പോവാണേ. 2 തക്കാളി എടുത്തിട്ട് ഇതുപോലെ അരിയണം. തക്കാളി മാത്രം പോരാ, ഇച്ചിരി മല്ലിയിലയും കൂടെ. ഒരു 4 5 വെളുത്തുള്ളിയും കൂടെ ഇടാം കേട്ടോ. കുറച്ച് വലുത് തന്നെ എടുത്തോളൂ. ഒരു മിക്സിയുടെ ജാറിലോട്ട് തക്കാളിയും വെളുത്തുള്ളിയും മല്ലിയിലയും എല്ലാം ഇട്ട് കൊടുക്കാം. ഇനി 1 ടീസ്പൂണ് നല്ല ജീരകം, 1 ടീസ്പൂണ് കാശ്മീരി ചില്ലി പൗഡർ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ദേ ഇതുപോലെ. ഇനി പാത്രത്തിലോട്ട് തലേന്ന് തന്നെ അരച്ച് വെച്ചിട്ടുള്ള ദോശമാവ് അങ്ങോട്ട് ഒഴിക്കാം. അതിനകത്തോട്ട് നമ്മൾ അരച്ച് വെച്ച അരപ്പ് മിക്സ് ചെയ്യാം. നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തോളൂ. ഒരു വിസ്ക് വെച്ച് മിക്സ് ചെയ്താൽ നന്നായിരിക്കും. അടുപ്പ് കത്തിച്ചതേ ദോശക്കല്ല് വെച്ചു. ഇനി ദോശ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം. എത്ര വലുതായും നൈസായും പരത്താൻ പറ്റുമോ അതുപോലെ പരത്തിയെടുക്കണം കേട്ടോ. ഇതിൻ്റെ മേളിലോട്ട് ഞാൻ ഒഴിക്കുന്ന കടലെണ്ണയാണ്. കടലെണ്ണ തന്നെ ഒഴിക്കണം കേട്ടോ, എങ്കിലേ ആ ടേസ്റ്റ് കിട്ടുള്ളൂ. ഇനി ഒന്ന് മറിച്ചിട്ടാലോ? ആവശ്യമൊന്നുമില്ല, എന്നാലും നന്നായിട്ട് മൊരിഞ്ഞിട്ടാൽ മറിച്ചിടാം. റെഡിയായി. ഇനി ഇത് തക്കാളി ചമ്മന്തിയും കൂട്ടി ഒരു പിടി പിടിക്കണം. ആഹാ, നേരത്തെ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ തക്കാളി ചമ്മന്തി. കഴിച്ചു നോക്കട്ടെ. വാവ്, എന്ത് ടേസ്റ്റ് അറിയോ? ഒന്ന് ചെയ്ത് നോക്കണേ. സൂപ്പറായിട്ടുണ്ട്. ടാറ്റാ.